നമുക്ക് ബാലന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയില് ഹരീന്ദ്രനെ കൊണ്ട് തന്നെ അലോകിനെ വിളിപ്പിക്കുകയാണ്. അപ്പൊ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കാൻ വേണ്ടിയിട്ട് ആരിനും ആകാശവും ആനന്ദവും ഒക്കെ നിൽക്കുന്നത്. ഹരീന്ദ്രനോട് പറഞ്ഞു വിളിക്കടാന്ന് പറഞ്ഞു അലോകിനെ. ഒടുവിൽ അലോകിനെ വിളിച്ചു. അലോകിനെ വിളിച്ചിട്ട് ഹരീന്ദ്രൻ പറഞ്ഞു, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണാം, ഒരു പ്രശ്നമുണ്ടെന്ന് പറയണം. അല്ല, എവിടേക്കാണ് ഞാൻ പറഞ്ഞേന്ന് ചോദിച്ചു. ആ പാലത്തിന്റെ അടുത്തേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. ശരി ശരി, ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാന്ന് പറയണം. അങ്ങനെ ഹരീന്ദ്രൻ കോള് കട്ട് ചെയ്തു. ഈ സമയത്ത് ആര്യം പറഞ്ഞു, എങ്ങാനും നീ അവനോട് വിളിച്ചു പറഞ്ഞ് അവൻ അവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഒരു വരവും കൂടെ വരും. പിന്നെ നിന്റെ നെഞ്ചത്ത് ഞങ്ങളെ റീത്ത് വെക്കൂടാന്നൊക്കെ പറഞ്ഞ് വെല്ലു വിളിച്ചിട്ടാണ് അവരെ ഇങ്ങോട്ടേക്ക് പോകുന്നത്. അങ്ങനെ ആ ലോകിനെ കാണാനായിട്ട് പോവുകയാണ്. അതേ സമയത്ത് ഗോമതി മീനാക്ഷി ഒക്കെ സംസാരിക്കണം. അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്താണ് ബാലിനെ വന്ന് സ്വാമിപൂറ്റി അങ്ങോട്ട് വിളിക്കുന്നത്. ബാലിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, സ്വാമി പോറ്റിയുടെ അടുത്തേക്ക് ബാലൻ ചെന്നു. ആ സമയത്ത് ബാലൻ ചോദിച്ചു, എന്താ സ്വാമിക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ. അല്ല, ഇന്ന് പൂജകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും സ്വാമിക്ക് കാര്യങ്ങളൊക്കെ അറിയായിരിക്കുമല്ലോ. കുടുംബത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നതിന്റെ പേരിലല്ലേ ഈ പൂജകളൊക്കെ നടത്തിയത്. സ്വാമി, ആ ദോഷങ്ങളൊക്കെ മാറിയോന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും ബാലനോട് സ്വാമി പോയിട്ട് പറഞ്ഞു, അതിനെക്കുറിച്ച് പറയാനാ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. നിങ്ങളുടെ കുടുംബത്തിൽ അധികം വൈകാതെ ഒരു ദുരന്തം സംഭവിക്കുമെന്ന് പറഞ്ഞു. ദുരന്തമോ? അതെ, ഒരു ദുരന്തം സംഭവിക്കും, എല്ലാവരും ഒന്ന് കരുതലോടെ ഇരിക്കാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, അല്ല സ്വാമി, അപ്പൊ ഈ പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുവാണെങ്കിൽ ദുരന്തം ഒഴിവായി പോന്ന് പറഞ്ഞു. വലിയൊരു ദുരന്തം ഒഴിവായി പോയി, പക്ഷേങ്കിൽ ഒരു ദുരന്തം ഉണ്ടാവും. അങ്ങനെയാണ് ഈ പൂജകൾ നടത്തിയെന്ന് അറിയാൻ സാധിച്ചതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലന് ആകെപ്പാട് ടെൻഷനായി. ആ സമയം സ്വാമി പോയിട്ട് പറഞ്ഞു, നമുക്ക് ചെയ്യുന്നതിനും ഇതെല്ലാത്തിനും ഒരു പരിധിയൊക്കെ ഉണ്ടല്ലോ. ഒരു പക്ഷെ ഇന്ന് തന്നെ നിങ്ങളുടെ ഭാര്യ രക്ഷപ്പെട്ടത് അത് ദേവിയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. നിങ്ങൾ ദൈവത്തെ മുറുക്കെ പിടിക്കുക, ദൈവത്തെ വിശ്വസിക്കുക. എന്താണെങ്കിലും വലിയ അപകടങ്ങളൊന്നും കൂടാതെ കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ എന്നൊക്കെ പറയണം. ബാലന് ആകെപ്പാട് ടെൻഷനായി. ഇത് ഗോമതിയോട് പറയാൻ പറ്റില്ല. ഗോമതി എങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്നു. ഇതിനെക്കുറിച്ച് ഓർത്തിട്ടായിരിക്കും ടെൻഷന്. ആദ്യം ഒരു മൃത്യു ഉണ്ടാവുന്നതാണ് പറഞ്ഞത്, പക്ഷേങ്കിൽ ഇപ്പൊ പറയുന്ന വലിയൊരു ദുരന്തം ഉണ്ടാവുന്നു. അങ്ങനെ ബാലൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി ചോദിച്ചു, എന്താ ബാലേട്ടാ? സ്വാമി പോയിട്ട് എന്താ പറഞ്ഞെന്ന് ചോദിച്ചു. അതെ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാ പറഞ്ഞേ പൂജ ചെയ്തിട്ട്. അല്ല, ബാലേട്ടൻ അതിനെക്കുറിച്ചാണോ പറഞ്ഞേ? ബാലേട്ടന്റെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണേ? ഞാൻ പറഞ്ഞല്ലോ ഗോമതി, അത് തന്നെ പറഞ്ഞേ, നമുക്ക് വീട്ടിലേക്ക് പോകാന്ന് പറയണം. അല്ല, ആകാശം ആരിനൊക്കെ എന്തേന്ന് ചോദിച്ചു. അവര് പോയി എന്ന് പറയണം, നമുക്ക് വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞു. അങ്ങനെ അവര് മൂന്നുപേരും കൂടെ വീട്ടിലേക്ക് പോവാണ്. അതേ സമയത്ത് പാലത്തിന്റെ അവിടെ അലോക് കാത്തു നിൽക്കുവാണ്. ഹരീന്ദ്രനെ എന്തിനാ വിളിച്ചതെന്ന് അറിയത്തില്ല, അയാൾക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുക. അപ്പോഴേക്കുമാണ് ആദ്യം അവിടേക്ക് ആകാശ് വരുന്നത്. അപ്പൊ അലോക് ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഹരീന്ദ്രനല്ലേ വരുന്നതെന്നൊരു ചിന്തയോട് കൂടിയിട്ട് അലോക് ഇങ്ങനെ ഓരോന്നൊക്കെ ഓർത്തിരിക്കുവാണ്. ഇന്നത്തെ പണി പാളി, പക്ഷേങ്കിൽ ഇനി പണി പാളാൻ പാടില്ല എന്നൊരു ചിന്തയൊക്കെയായിരുന്നു അവന്റെ മനസ്സിലുണ്ടായിരുന്നത്. ആ സമയം ആനന്ദും ആകാശവും ആരിനും കൂടെ അങ്ങോട്ട് വരുന്നു. അവരുടെ കയ്യിൽ വടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന് ആരിനും ഒറ്റ തൊഴിയായിരുന്നു അലോകിനിട്ട്. അലോക് അപ്പോഴാണ് ആരിനെ കാണുന്ന പോലും. അലോക് താഴെ വീണു. താഴെ വീണ് നീ കഴിഞ്ഞപ്പത്തിനും ആനന്ദും ആകാശവും എല്ലാവരും കൂടി എടുത്തിട്ട് അടിക്കുന്നുണ്ട്. അലോകിനോട് പറഞ്ഞു, എടാ നിനക്ക് എന്റെ അമ്മയുടെ ജീവൻ വേണോ? അല്ലേടാ, എന്റെ അമ്മയുടെ ജീവൻ വെച്ചാൽ നീ കളിച്ച, നിന്നെ വെറുതെ വിടത്തില്ലടാ, ഒന്നുമല്ലേലും നിന്റെ അപ്പച്ചല്ലേടാ, എന്നിട്ടാണ്ട നീ ക്രൂരതയ്ക്ക് മുതിർന്നേ. ഇത് കേട്ടപ്പോ അലോക്, ഞാൻ എന്ത് കാണിച്ചെന്നാ? നീ കൂടുതലൊന്നും പറയണ്ടാ. നിന്നെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ച് എന്തിനാണെന്നറിയോ? നിനക്കിട്ട് ഈ പണി തരാൻ വേണ്ടിയാ. കാര്യങ്ങളൊക്കെ അറിഞ്ഞടാ. പൂജയുടെ സമയത്ത് അയാളെ സ്വാധീനിച്ച നീ എന്റെ അമ്മയുടെ കാലെ ആണി കയറ്റു അല്ലേടാ. അപ്പൊ നിന്നെ വെറുതെ വിടാൻ പോതോ? ഒരു കാരണവശാലും നിന്നെ വെറുതെ വിടാൻ പോകത്തില്ലടാ. നിന്നെ ഞങ്ങൾ കൈകാര്യം ചെയ്യടാ, ഇന്ന് നിന്നെ തീർക്കൂന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നല്ല രീതിയിൽ തന്നെ അവിടെ തല്ലി ചതയ്ക്കുകയാണ്. എഴുന്നേക്കാൻ പോലും അലോകിന് പറ്റുന്നുണ്ടായിരുന്നില്ല. ഒടുവില് ആകാശ് പറഞ്ഞു, ഇനിയും കൂടെ തല്ലിയ ഇവൻ ചത്തുപോളൂ ആനന്ദേട്ടാന്ന് പറഞ്ഞു. ആര്യം പറഞ്ഞു, ഇവൻ ചാവണം, ഇവനെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ഇത്രയും നാൾ ഇവനോടൊക്കെ നമ്മൾ മര്യാദയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞു, പക്ഷെ ഇപ്പൊ കണ്ടില്ലേന്ന് ചോദിച്ചു. ഒടുവിൽ അലോക് തല്ലുകൊണ്ട് ചുരുണ്ടു കൂടുകയാണ്. മര്യാദയ്ക്ക് ഇനിയെങ്കിലും നന്നായിട്ട് പോയി ജീവിക്കാൻ നോക്കടാ, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതൊന്നും ആയിരിക്കില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ അവനെ അവിടെ ഉപേക്ഷിച്ചിട്ട് വീട്ടിലേക്ക് പോരുവാണ്. ആ സമയത്ത് അലോകിന് എഴുന്നേൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു വിധത്തിലാണ് അലോക് കൃഷ്ണമംഗലത്തേക്ക് വരുന്നത്. അങ്ങനെ വന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേനും രാജശ്രീ നിർത്തിച്ചു, എന്തായിടാ മോനെ കാര്യങ്ങളെന്നൊക്കെ ചോദിക്കുക. അപ്പോഴാണ് അലോകിന്റെ അവസ്ഥ കാണുന്നത്. ഇതെന്താ, എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചു. അമ്മേ, പണി മൊത്തം പാളിയെന്ന് പറയാണ്.
പണി പാളിയെന്നോ? അതേമ്മേ. അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് അനന്തൻ അങ്ങോട്ടേക്ക് വരുന്നത്. അനന്തൻ വന്നിട്ട് ചിതെന്താടാ ലോകെ, നിന്നെ ആരെങ്കിലും തല്ലിയോന്ന് ചോദിച്ചു. അത് പിന്നെ സത്യം പറ, നിന്നെ ആരാ തല്ലിയെന്ന് ചോദിച്ചു. അത് ദേവമംഗലത്തെ ആരിനും ആകാശം ഒക്കെയാന്ന് പറഞ്ഞു. ആകാശം ആരിനും ഒക്കെയാന്ന് പറഞ്ഞു. അവരോ? അവരെന്തിനാണ് നിന്നെ തല്ലിയെന്ന് ചോദിച്ചു. എനിക്കറിയത്തില്ല വലിയ എന്തിനാ തല്ലിയെന്ന്. ഒരു കാരണമില്ലാതെ തല്ലിയോ? അങ്ങനെയാണ് അവരെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ, ചോദിച്ചിട്ട് തന്നെ കാര്യം. അപ്പോഴേക്കും രാജശ്രീ പറഞ്ഞു, ഇനിയിപ്പോ ചോദിക്കാനൊന്നും പോണ്ട അനന്തേട്ടാന്ന് പറഞ്ഞു. ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നന്ദിതേ മുത്തശ്ശിയൊക്കെ അങ്ങോട്ട് വന്നു. നന്ദിത പറഞ്ഞു, എന്താ അനന്തേട്ട, കണ്ടില്ല അലോകിന്റെ കോലം, അവനെ ദേവമംഗലത്തുള്ളവർ തല്ലി ചതച്ചെന്ന്. അപ്പോഴേക്കും നന്ദിത പറഞ്ഞു, ഒരു കാരണമില്ലാതെ അലോകിനെ അവർ തല്ലുവോ? സത്യം പറയടാ അലോകെ, എന്താ സംഭവിച്ചേ? നീ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചോന്ന് ചോദിച്ചു. ഇത് വല്യമ്മേ, ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഞാനൊന്നും ചെയ്തിട്ടില്ല. അവരുടെ എന്തോ പൂജകളും വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഞാൻ ആ വഴിക്കൊന്ന് പോയി, അതിന്റെ പേരിലാണ് എന്നെ ഈ എടുത്തിട്ട് തല്ലിയെന്ന് പറഞ്ഞു. ഇത് കേട്ടതും ഇന്ദ്രാമ്മയ്ക്ക് അത്ര കൂടെ വിശ്വാസം വന്നില്ല. ഇന്ദ്രാമ്മ വന്നിട്ട്, സത്യം പറയട മോനെ, ഒരു കാര്യമില്ല നിന്നെ തല്ലുക. അതേ മുത്തശ്ശി ഇങ്ങ് നോക്കിയേ, എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റില്ല. അപ്പൊ അത്ര വലിയ ക്രൂരത അവർ ചെയ്തോ എന്നൊരു ചിന്ത ഇന്ദ്രാമ്മയുടെ മനസ്സിലുണ്ടായി. ആ സമയത്ത് അനന്ത് പറഞ്ഞു, നീ വാടാ, ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം. അപ്പോഴേക്കും അച്യുതനും കൂടെ അങ്ങോട്ട് വന്നു. അച്യുതൻ കാര്യങ്ങൾ അറിഞ്ഞു. അച്യുതന് മനസ്സിലായി എന്താ കാര്യം. പക്ഷെ അനന്തം വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു കാര്യമില്ലാതെ ഇവനെ തല്ലിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ വീടിനകത്ത് കയറിയിരുന്നിട്ട് എന്താവാനാ? നമ്മളോടുള്ള പ്രതികാരം ചെയ്താ അങ്ങനെ ബാലനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, ദിപ്പ തന്നെ ചോദിക്കണം എന്നും പറഞ്ഞുകൊണ്ട് അലോകനെയും കൂട്ടിക്കൊണ്ട് നേരെ ദേവമംഗലത്തേക്ക് ചെല്ലുക. ഇതേ സമയത്ത് ദേവമംഗലത്ത് മിത്രയും ദേവിയൊക്കെ നല്ല സന്തോഷത്തിലാണ്. കാരണം പൂജകളൊക്കെ ഒരു കുഴപ്പമില്ലാതെ നടന്നല്ലോ. പ്രത്യേകിച്ച് ദുരന്തങ്ങളും കാര്യങ്ങളൊന്നും സംഭവിച്ചില്ലല്ലോ, ദുശകനങ്ങളൊന്നും ഉണ്ടായിട്ടില്ലോ. അതിന്റെ ഒരു സന്തോഷമായിരുന്നു. പക്ഷെ സുകന്യക്കാണെങ്കിലോ സങ്കടമായിരുന്നു. കാരണം പൂജ എങ്ങനെയും മുടങ്ങണമെന്ന് വിചാരിച്ചിരുന്ന, പക്ഷെ പൂജയൊന്നും മുടങ്ങിയില്ലല്ലോ. അതിന്റെ ഒരു വിഷമം സുകന്യക്കും ഉണ്ടായിരുന്നു. അങ്ങനെ പൂജയെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗോമതിയും ബാലനും എല്ലാരും കൂടെ. അപ്പോഴാണ് മുറ്റത്തുനിന്ന് അനന്തന്റെ ശബ്ദം, ഇറങ്ങി വാടാ ബാലാന്നും പറഞ്ഞുകൊണ്ട്. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, ബാലേട്ടാ ഇത് അനന്തന്റെ ശബ്ദമല്ലേന്ന് ചോദിച്ചു. അങ്ങനെ അവരൊക്കെ പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ഈ സമയം അനന്തൻ പറഞ്ഞു, നീ നിന്റെ മക്കളും കൂടെ കൂടിയിട്ട് അലോകിനെ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു. അലോകിനെ ചെയ്യാനോ? എന്ത്? അപ്പോഴേക്കുമാണ് ആര്യനും ആകാശമൊക്കെ അങ്ങോട്ടേക്ക് വരുന്നത്. ആര്യം പറഞ്ഞു, ഇവനെ ചെയ്യുവല്ല ചെയ്യണ്ടേ, ഇവനെ കൊല്ലുവാ ചെയ്യണ്ടേന്ന് പറഞ്ഞു. കൊല്ലാനോ? എടാ നിന്നെ ഒന്നും വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ആര്യം പറഞ്ഞു, ഇവൻ ചെയ്ത എന്താണെന്നറിയാവോ? ഈ നിൽക്കുന്ന എന്റെ അമ്മയുണ്ടല്ലോ, അമ്മയെ കൊല്ലാൻ നോക്കി. അഗ്നിപൂജ നടക്കുന്ന സമയത്ത് ആ ഹോമകുണ്ടത്തിലേക്ക് വീണ് എന്റെ അമ്മ മരിക്കേണ്ടതായിരുന്നു. പക്ഷേ എങ്കില് കൃത്യസമയത്ത് ഞാൻ അവിടെ എത്തിയതുകൊണ്ടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒരു ഞെട്ടലോടുകൂടി ഗോമതി ആര്യനെയൊക്കെ നോക്കുകയാണ്. അപ്പോഴാണ് ഗോമതിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. പിന്നീട് ഗോമതിക്ക് ദേഷ്യമായി. ഗോമതി അങ്ങോട്ട് ചെന്നിട്ട് നന്നായിട്ട് ഫയർ ചെയ്യുന്നുണ്ട് അനന്തനെ അച്യുതനെയൊക്കെ. ഇത്രയൊക്കെ ആയിട്ട് ഞാൻ വെറുതെ ഇരിക്കുന്നത് എന്താന്ന് വെച്ചാണ്ടല്ലോ, ഇവന്റെ ജീവിതം തകരണ്ടല്ലോ എന്ന് കരുതിയിട്ട് മാത്രം. ഇനി മേലാൽ ഇങ്ങനെ എന്തെങ്കിലും ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഗോമതി ആരാന്ന് അറിയാൻ പോകുന്നുള്ളൂ. വിട്ടു തരുന്നതോളം തലയിൽ കയറി നിരങ്ങുമല്ലേ. ഇന്ദിരാമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാം, ഗോമതിക്ക് സത്യങ്ങളൊക്കെ അറിയാം. ഇന്ദിരാമ്മ സത്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, വീട് സ്ഥലമൊക്കെ ഗോമതിയുടെ പേരിലാന്നുള്ള കാര്യം. പക്ഷെങ്കില് ബാക്കി ആർക്കും അറിയത്തില്ല, ഗോമതിക്ക് അറിയാന്നുള്ള കാര്യം. ആ സമയം ഗോമതി പറഞ്ഞു, ഇനി ഇതുപോലെ വെല്ലുവിളികളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, എന്റെ കുടുംബത്തിൽ കയറി പണി തരാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഗോമതി വെറുതെ ഇരിക്കില്ല. ഗോമതി ഒരു വരവും അങ്ങോട്ട് വരും, എല്ലാത്തിനും കയ്യെ പിടിച്ച് ഇറക്കി വിടുമെന്നൊക്കെ പറയണം. അത് കേട്ടപ്പം അനന്തനും അച്യുതനും ഒക്കെ പരസ്പരം നോക്കുകയാണ്. അവർ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഗോമതി ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നു. അവർക്ക് സംശയമായി, ഇനി ഗോമതിക്ക് അറിയാവോ, കാര്യങ്ങളൊക്കെ അറിയാവുന്നൊരു സംശയം അവരുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവർ പേടിച്ചു പോയി. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നൊരു പേടി അവർക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.